കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 24-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു, അവ നിലച്ചു, ശാന്തതയുണ്ടായി. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടും കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം കയറി. ഗുരു, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് കാറ്റിനെയും തിരമാലകളെയും ശാസിച്ചു. സ്നേഹമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും കടന്നു വരാറുണ്ട്. ജീവിതമാകുന്ന വഞ്ചിയിൽ വെള്ളം കയറുന്നതുപോലെ ഒറ്റപ്പെടുത്തലും അവഹേളനയും കുറ്റപ്പെടുത്തലും കടന്നു വരാറുണ്ട്. ഒരുപാട് പേർ നിന്നെ തളർത്തിയിട്ടുണ്ടാകാം. ഒരുപാട് പേർ നിന്നെ തിരസ്കരിച്ചിട്ടുണ്ടാകാം. നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവർ അവഹേളിച്ചിട്ടുണ്ടാവാം. എന്നാൽ നിന്നെ തള്ളിക്കളയാത്ത, അവഹേളിക്കാത്ത, തിരസ്കരിക്കാത്ത ഒരു നല്ല ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ദൈവം ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ജീവിതമാകുന്ന വഞ്ചിയിൽ വന്നടിക്കുന്ന കൊടും കാറ്റിനെയും തിരമാലകളെയും നിനക്ക് വേണ്ടി ശാസിച്ച് ശാന്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവിനെ നീ വിളിച്ചുണർത്തണം. നിന്റെ പ്രാർത്ഥനകളിൽ, നിന്റെ ആരാധനകളിൽ, നിന്റെ സ്തുതികളിൽ സംപ്രീതനായി നിനക്ക് വേണ്ടി ഉണർന്നിരിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ ഒരു രക്ഷകൻ കാത്തിരിക്കുന്നു. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കഷ്ടതയിൽ കർത്താവ് നിന്നോട് ചേർന്ന് നിൽക്കും. ദീർഘായുസ് നൽകി അവിടുന്ന് നിന്നെ സംതൃപ്തനാക്കും. അതുകൊണ്ട് കർത്താവിനോട്, എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന തുടരുക. ഇന്ന് നമ്മുടെ കർത്താവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വീഴ്ചകളിൽ താങ്ങായി നിൽക്കുന്ന നമ്മുടെ ദൈവം, അവിടുന്ന് ഇന്നും നമ്മെ സംരക്ഷിക്കും. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവായ യേശുക്രിസ്തു, ആ ഏക ദൈവത്തെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ആ ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് തിരിച്ചറിയാം, ഒന്നുമല്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ തിരിച്ചറിവോടുകൂടി പ്രാർത്ഥിക്കാം. എല്ലാമുണ്ടെങ്കിലും എന്തുമായെങ്കിലും ദൈവമില്ലെങ്കിൽ പാഴായില്ലേ. ഹല്ലേലൂയ. ഒന്നുമില്ലെങ്കിലും ഒന്നുമല്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ എല്ലാമല്ലേ. എല്ലാമുണ്ടെങ്കിലും എന്തുമായെങ്കിലും ദൈവമില്ലെങ്കിൽ പാഴായില്ലേ. ഇന്ന് നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ഉണ്ടായാലും, എത്ര ബന്ധുക്കളുണ്ടെങ്കിലും പലപ്പോഴും നാം ഒറ്റയ്ക്ക് പോകാറുണ്ട്, ഒറ്റയ്ക്കായി പോകാറുണ്ട്. എങ്കിലും അവിടെയും ദൈവം നമ്മെ സഹായിക്കുവാൻ കടന്നു വരും. ഏകനാണെന്ന് തോന്നുമ്പോഴും, പാപിയാണെന്ന് കരുതുമ്പോഴുമെല്ലാം ദൈവം അവന് കൂട്ടായി അവനെ സഹായിക്കുവാൻ കടന്നു വരും. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ സഹായിക്കുന്ന എൻ്റെ കർത്താവേ, അങ്ങേക്ക് നന്ദി. സ്വന്തമുണ്ടെങ്കിലും ബന്ധമുണ്ടെങ്കിലും ഉള്ളിനുള്ളിൽ നീ ഒറ്റയ്ക്കല്ലേ. നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. അതേ കർത്താവേ, പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കായി പോകാറുണ്ട്. ബന്ധമുണ്ടെങ്കിലും ബന്ധമുണ്ടെങ്കിലും ഉള്ളിനുള്ളിൽ നീ ഒറ്റയ്ക്കല്ലേ. ഏകനാണെങ്കിലും ഏഴയാണെങ്കിലും ദൈവമെന്നെന്നും കൂട്ടായില്ലേ. ഏകനാണെങ്കിലും ഏഴയാണെങ്കിലും ദൈവമെന്നെന്നും കൂട്ടായില്ലേ. ഒന്നുമില്ലെങ്കിലും ഒന്നുമല്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ എല്ലാമല്ലേ. എല്ലാമുണ്ടെങ്കിൽ
ഇന്ന് നമുക്ക് എത്ര ശക്തിയുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ബുദ്ധിമാനാണെന്ന് നാം കരുതിയാലും ജീവിതത്തിൽ പലപ്പോഴും നാം തോറ്റുപോകാറുണ്ട്. നമുക്ക് കുറവുകളുണ്ടെങ്കിലും കർത്താവിന്റെ സ്നേഹം നമ്മെ താങ്ങും. പലപ്പോഴും നാം കരുതുക, എന്തു നേടിയാലും യേശു കൂടെയില്ലെങ്കിൽ അതെല്ലാം ശൂന്യമാണ്. യേശു എൻ്റെ കൂടെയുണ്ടെങ്കിൽ നാം വിജയിക്കും. പലപ്പോഴും പരാജയം കടന്നു വരികയില്ല. ശക്തിയുണ്ടെങ്കിലും ബുദ്ധിമാനാകിലും നിന്നോട് പോലും നീ തോൽക്കാറില്ലേ? ശക്തിയുണ്ടെങ്കിലും ബുദ്ധിമാനാകിലും നിന്നോട് പോലും നീ തോൽക്കാറില്ലേ? അന്ധനാണെങ്കിലും ബധിരനാണെങ്കിലും യേശുവിൻ സ്നേഹം തുണയായില്ലേ? ഹല്ലേലൂയ കർത്താവേ. അന്ധനാണെങ്കിലും ബധിരനാണെങ്കിലും യേശുവിൻ സ്നേഹം തുണയായില്ലേ? ആമേൻ. ഹല്ലേലൂയ യേശു. ഒന്നുമില്ലെങ്കിലും ഒന്നുമല്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ എല്ലാമല്ലേ? എല്ലാമുണ്ടെങ്കിലും എന്തുമായെങ്കിലും ദൈവമില്ലെങ്കിൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരിക്കണേ കർത്താവേ. ഒന്നുമില്ലെങ്കിലും ഒന്നുമല്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ എല്ലാമല്ലേ? ഓ എൻ്റെ യേശു. എല്ലാമുണ്ടെങ്കിലും എന്തുമായെങ്കിലും ദൈവമില്ലെങ്കിൽ വാഴായില്ലേ? ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ നാം പതറാതെ നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മെ കൈപിടിച്ചുയർത്തുന്ന ദൈവം കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മുടെ ജീവിതത്തെ സമൃദ്ധമാക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.